അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മുസ്തഫ ഹാഫി എന്ന യൂട്യൂബിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യണേ. സുന്നദ്വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 7ാം ക്ലാസ്സിന് വേണ്ടി നടത്തിയ പൊതുപരീക്ഷയുടെ മസാൽ ഫിഖ് അഹ്കാമത്ത് ജവീദിന്റെ ഒരുമിച്ചുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വായിക്കുന്നത്. 2 പരീക്ഷകളാണ് പൊതുപരീക്ഷയ്ക്ക് നടക്കുക. ഒന്ന് ഉലൂമുദ്ദീന്, അതേ ദിവസം തന്നെ മസാൽ ഫിഖും അഹ്കാമത്ത് ജവീദുമാണ്. ഇങ്ങനെ 3 വിഷയങ്ങളിൽ 2 പരീക്ഷയായിട്ടാണ് നടക്കുക. നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. അൽ മദ്ദുൽ അസ്ലി, അൽ മിസ്കീൻ, വസ്സൈഫ്, ഖാല. ഏതാണ് ഉത്തരം? ഖാല. 2. അൽ മദ്ദുൽ ലീൻ, അശ്ശിതാ, ദാബത്തുൽ അർള്, ഖുറൈശ്. ഏതാണ് ഉത്തരം? ഖുറൈശ് എന്നാണ്. 3. ഉണരുമെന്നുറപ്പുള്ളവൻ സമയമായ ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ. വാജിബ്, കറാഹത്ത്, ഹറാം. ഏതാണ് ഉത്തരം? കറാഹത്ത്. 4. പൂർണ്ണമായ വഖത്തിൽ നിസ്കരിക്കാൻ കഴിയാത്ത വിധം നിസ്കാരം പിന്തിക്കൽ. ഫർള്, കറാഹത്ത്, ഹറാം. ഏതാണ് ഉത്തരം? ഹറാം. 5. അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏത്? പള്ളി വൃത്തിയാക്കൽ, നിസ്കാരം ആദ്യ സമയം നിർവഹിക്കൽ, പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതൽ. ഏതാണ് ഉത്തരം? നിസ്കാരം ആദ്യ സമയം നിർവഹിക്കൽ. 6. പ്രധാനപ്പെട്ട ഖുർആൻ ലിപികൾ എത്ര? 4, 8, 6. ഏതാണ് ഉത്തരം? 6. 2ാമത്തെ ആക്ടിവിറ്റി, ചേരുംപിടി ചേർക്കുക. അതിലൊന്ന്, അദാനിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ലെറ്റർ സി, ആയത്തിൽ കുറിച്ച് ഓതുക. 2. സുബ്ഹിന്റെ അദാനിൽ ഹയ്യാലുകൾക്ക് ശേഷം ലെറ്റർ ഇ, തസ്വീബ് പറയാം. അഥവാ അസ്സലാത്തു ഖൈറു മിനന്നൗം, അതിനാൽ തസ്വീബ് എന്ന് പറയാം. 3. ഉറക്കം കാരണം ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടൽ. ലെറ്റർ ഡി, നിർബന്ധം. 4. നിസ്കാരത്തിൽ ഒരു തവണ വിരൽ അനക്കിയാൽ ലെറ്റർ ബി, ബാത്തിലാവുകയില്ല. 5. സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുജൂദിനെ കരുതണം. ലെറ്റർ എ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ. 3ാമത്തെ ആക്ടിവിറ്റി, വിട്ടഭാഗം പൂരിപ്പിക്കുക. 1. മദ്ദുൽ ലീൻ, ഒരു അലിഫ് മാത്രം നീട്ടലാണ് ഉത്തമം. 2. ആയത്തിന്റെ ഇടയിൽ അർത്ഥവും വാക്യവും പൂർത്തിയാക്കുന്നിടത്തും നിർത്താം. 3. ഖിൻവാനുൻ എന്നതിൽ ഇൽഹാർ ചെയ്യണം. 4. അദാനിന്റെയും ഇഖാമത്തിന്റെയും ശേഷം സ്വലാത്തും സലാമും ദുആഉം ചെയ്യണം. 5. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 500 നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലം. 6. മസ്ജിദിലെ പ്രധാന ഇബാദത്താണ് ഇഅ്തികാഫ്. 4ാമത്തെ ആക്ടിവിറ്റി, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം 1. ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി. കറാഹത്ത്. 2. 7 സ്ഥലങ്ങളിൽ നിസ്കരിക്കൽ വിരോധനമെന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തതാര്? അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. 3ാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ ഹറാമ സുജൂദ് ഏത്? ശുക്റിന്റെ സുജൂദ്. ചോദ്യം 4. നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിന്റെ സുജൂദിന്റെ ഫർള് എത്ര? 4. ചോദ്യം 5. ഇസ്ലാമിന്റെ ആദ്യകാല നിസ്കാരത്തിന്റെ ഖിബ്ല ഏത്? ബൈത്തുൽ മുഖദ്ദസ്. ചോദ്യം 6. എത്ര മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു? 16. 5th ആക്ടിവിറ്റി, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 1. നിസ്കാരം നിരോധിക്കപ്പെട്ട 7 സ്ഥലങ്ങൾ. 1. മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം. 2. അറവ് നടത്തുന്ന സ്ഥലം. 3. ശ്മശാനം. 4. വഴി. 5. ടോയ്ലറ്റ്. 6. ഒട്ടകം കെട്ടിടുന്ന സ്ഥലം. 7. കഅബയുടെ മുകൾ ഭാഗം. ചോദ്യം 2. തിലാവത്തിന്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? സജദ വജ്ഹിലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ചോദ്യം 3.
ളുഹർ ഇശ എന്നീ നിസ്കാരങ്ങൾ സമയം എഴുതുക. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ മധ്യാഹ്ന നിഴലിന് പുറമെ ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്നത് വരെ, മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞത് മുതൽ ഫദ്ർ സ്വാദിഖ് ഒളിവാകുന്നത് വരെ. 4. നിസ്കാരത്തിൽ പൊതുവെയുള്ള കറാഹത്തുകൾ ഏത്? ആവശ്യമില്ലാതെ തലതിരിക്കുക, മേൽപോട്ട് നോക്കുക, ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളിലേക്ക് നോക്കുക, പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കുക, നജസിന് നേരെ നിസ്കരിക്കുക. ചോദ്യം 5. മുത്തജാനിസാനി ഉദാഹരണ സഹിതം വിവരിക്കുക. ഒരു മഖ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് ഉദാഹരണം വഖത്ത ബയ്യന. 6. ചോദ്യം, സക്തയുടെ ആയത്തുകൾ വന്ന ഖുർആനിലെ 4 സൂറത്തുകൾ ഏത്? 1 അൽ കഹ്ഫ്, 2 യാസീൻ, 3 അൽ ഖിയാമ, 4 അൽ മുത്തഫിഫീൻ. ചോദ്യം 7. ഇഖ്ഫാഉം ഇദ്ഗാമും ബിഗുന്നയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇദ്ഗാം ബിഗുന്നയിൽ നൂനിന്റെയും തൻവീനിന്റെയും ശേഷമുള്ള അക്ഷരം ഷദ്ദോടുകൂടി ഉച്ചരിക്കണം. ഇഖ്ഫായിൽ ഷദ് വരാൻ പാടില്ല. ഒരു പദത്തിൽ ഇദ്ഗാം ബിഗുന്ന ഉണ്ടാവുകയില്ല. 6th ആക്ടിവിറ്റി, കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. വഖഫ്, വസ്ല്, സക്ത്, ഖത്അ. എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ? തുടർന്ന് ഓതണം എന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന്. വസ്ൽ എന്ന് പറഞ്ഞാൽ ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതുന്നതിന്. സക്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം അയക്കാതെ അല്പം അടങ്ങുന്നതിന്. ഖത്അ എന്ന് പറഞ്ഞാൽ ഓത്തിൽ നിന്ന് വിരമിക്കുന്നതിന്. 2. സുജൂദിന്റെ സഹ്വിന്റെ സുജൂദ് സുന്നത്താകുന്ന കാരണങ്ങൾ. 1. അബാല സുന്നത്തുകളിൽ വല്ലതും ഒഴിവാക്കിയോ എന്ന് സംശയിക്കുകയോ ചെയ്യുക. 2. ഔലിയായ ഫർളിനെയോ അബാല സുന്നത്തിനെയോ സൂറത്തിനെയോ ആസ്ഥാനത്ത് ഓതുക. 3. മനഃപൂർവ്വം ചെയ്ത നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ മറന്നു ചെയ്യുക. 4. റക്അത്തുകൾ കൂടുതലായോ എന്ന് സംശയത്തോടെ നിസ്കരിക്കുക. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും വിവേകവും നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.